ഹലോ ഗൈസ്, ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ നല്ല മഴയുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? വാട്ട് യു ഫീൽ വെൻ റെയിൻ കംസ്, കമൻറ്റ് ബിലോ. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. എൻ്റെ ഈ കൊച്ചു ലോകത്തിലേക്ക്, എൻ്റെ കുറച്ച് പച്ചപ്പുകളിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെടി, ഇതൊക്കെ വെറും ഒരു അലങ്കാരമല്ല. ദിവസവും ഞാൻ നോക്കിക്കാണുന്ന, എന്നോട് സംസാരിക്കുന്ന എൻ്റെ കൂട്ടുകാരാണ്. ദിവസവും ഇവരെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക സമാധാനമാണ്. എന്നാൽ ഈ പച്ചപ്പുകൾ ഇതിലും കൂടുതൽ ഭംഗി വരുന്ന ഒരു സമയമുണ്ട്. ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി മണ്ണിലേക്ക് ആ ആദ്യത്തെ മഴത്തുള്ളികൾ വീഴുന്ന ആ നിമിഷം. മഴ അതൊരു വികാരമാണ് അല്ലേ? ഒരുപാട് ചിന്തകളെ ഒരുമിച്ച് കൂട്ടി വിളിക്കുന്ന ഒരു മാന്ത്രിക ശക്തി. ഇലത്തുമ്പുകളിൽ വന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളിയും ആ ചെടികൾക്ക് പുതിയൊരു ജീവൻ നൽകുന്നത് പോലെയാണ്. നമ്മൾ എത്രയൊക്കെ സങ്കടപ്പെട്ടിരുന്നാലും, അല്ലെങ്കിൽ എത്രയൊക്കെ ജോലി തിരക്കുകളിലാണെങ്കിലും, ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പെയ്യുന്ന ആ മഴയ്ക്ക് നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയും. ഈ ചെടികൾക്ക് ഈ മഴ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം തന്നെ പ്രിയപ്പെട്ടതാണ് നമുക്കും. കാരണം ഓരോ മഴയും നമ്മളെ എങ്ങോട്ടൊക്കെയോ കൂട്ടിക്കൊണ്ടുപോകും. പഴയ സ്കൂൾ കാലത്തേക്കോ, സുഹൃത്തുക്കൾക്കൊപ്പം നനഞ്ഞു തീർത്ത വഴികളിലേക്കോ, അങ്ങനെ. ചില സമയങ്ങൾ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് വേഗത്തിലാണ്. ഓട്ടമാണ് എന്തിനോ വേണ്ടിയുള്ള നെട്ടോട്ടം. പക്ഷേ ഇതുപോലെ പെയ്യുന്ന ഒരു മഴയിലേക്ക് നോക്കി ഈ പച്ചപ്പുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ സമയം കുറച്ചു നേരത്തേക്ക് നിശ്ചലമായതുപോലെ തോന്നും. മഴയ്ക്ക് ഒരു താളമുണ്ട്. മണ്ണിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ മണം, അത് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ പെർഫ്യൂമാണ്. പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടി ജീവിക്കാൻ വെക്കുന്ന സമയം കൂടിയാണിത്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെ കഴുകിക്കളയാനും പുതിയൊരു ഉന്മേഷം തരാനും മഴയോളം മികച്ച മറ്റൊന്നില്ല. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പ്രകൃതി നമുക്ക് തരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെക്കാൾ വലുതായി മറ്റെന്തുണ്ട്? മഴ നനയുന്ന ഈ ഇലകളും പെയ്യുന്ന വരികളും നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രം: എല്ലാം തനിയെ ശരിയാകും. ഈ മഴ പെയ്ത് തോരുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ കാർമേഘങ്ങളും ഒരു നാൾ മാറിപ്പോകും. മഴ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും ഓരോരുത്തർക്കും അത് നൽകുന്ന അനുഭൂതി വ്യത്യസ്തമാണ്. ചിലർക്ക് മഴ എന്നത് വെറും ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ മറ്റ് ചിലർക്ക് അതൊരു വലിയ ആശ്വാസമാണ്, ഒരു റീസ്റ്റാർട്ട് ബട്ടൺ പോലെ. സത്യത്തിൽ നമ്മുടെ ജീവിതവും ഈ പെയ്യുന്ന മഴയും ഒരുപോലെ തന്നെയല്ലേ? ഒരുപാട് സാമ്യങ്ങളുണ്ട് ജീവിതവും മഴയും തമ്മിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കറുത്ത ഇരുട്ട് കാർമേഘങ്ങൾ വന്ന് മൂടാറുണ്ട്. പ്രതിസന്ധികൾ കൊണ്ട് വഴിമുട്ടുന്ന, നാളെ എന്താകുമെന്ന് ഭയപ്പെടുന്ന നിമിഷങ്ങൾ. ഇനി ഒരിക്കലും ഒരു വെളിച്ചമുണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കഠിനമായ സമയങ്ങൾ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എത്ര വലിയ കാർമേഘങ്ങളാണെങ്കിലും ഒടുവിൽ അത് പെയ്തു തീരുക തന്നെ ചെയ്യും. മഴയായി അത് മണ്ണിലേക്ക് പതിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചൂടും അസ്വസ്ഥതകളും മാറി മണ്ണും മനസ്സും ഒരുപോലെ ശാന്തമാകും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഇതുപോലെയാണ്. പെയ്തു തോരാത്ത ഒരു മഴയുമില്ല, കടന്നു പോകാത്ത ഒരു പ്രതിസന്ധിയുമില്ല. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതിജീവനം. വീഴുന്ന ഓരോ തുള്ളി വെള്ളവും മണ്ണിൽ പുതിയൊരു ജീവൻ മുളപ്പിക്കുന്നത് പോലെ ഓരോ കഠിനമായ അനുഭവങ്ങളും നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എത്ര കടുത്ത വേനലാണെങ്കിലും, വെയിലേറ്റ് ഇലകൾ വാടിക്കരിഞ്ഞു പോയാലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇതുപോലെ മഴയ്ക്കായി. ആ മഴ പെയ്തു കഴിയുമ്പോൾ അവർ പഴയ സങ്കടങ്ങളൊക്കെ മറന്ന് വീണ്ടും തളിർക്കും, കൂടുതൽ ഭംഗിയോടെ പൂത്തുലയും. ഇതാണ് ജീവിതം. വീണ് പോകുന്നിടത്ത് നിന്നും, തളർന്നു പോകുന്നിടത്ത് നിന്നും വീണ്ടും പുതിയൊരു ഊർജത്തോടെ ജീവനിലേക്ക് തിരിച്ചു വരിക. നമ്മളെ തളർത്താൻ വരുന്ന പ്രതിസന്ധികളെ നമ്മളെ വളർത്താനുള്ള മഴവെള്ളമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പെയ്യുന്ന മഴയെ നോക്കി വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ മഴയത്തിറങ്ങി അത് ആസ്വദിക്കണം. മഴയത്ത് ഇന്ന് ദേഹമൊക്കെ നനയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് വിഷ്ണു, സൈനിങ് ഔട്ട്.